ഹായ് ഗായ്സ്, ഞാൻ ഓക്കെ വരുന്നതേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പം ചിലത് ടൈപ്പ് ചെയ്ത് എനിക്ക് ഒരുപാട് ടൈപ്പ് ചെയ്യണം. അപ്പം വീഡിയോ അടിച്ച് ചെയ്യണമെങ്കിൽ അത് എല്ലാവർക്കും കൂടെ ഉപകാരമാവുമല്ലോ. ഞാൻ GNMൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് മുഹമ്മദ് അനാസ് ആണ് ചോദിച്ചേക്കുന്നത്. GNM മാത്രം പഠിച്ചാൽ ഇപ്പോൾ അവിടെ സ്കോപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ടൈം പാസസ് ആ സ്കോപ്പ് കുറയാൻ ചാൻസ് ഉണ്ടോ? അപ്പം ഞാനിപ്പോൾ ഉള്ളത് US ന്യൂയോർക്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിഡയിൽ ഞാൻ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ GNMകാർക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ടോ? GNMൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്ക് കേട്ട് കൊടുക്കാം, നിങ്ങൾ പോയി നോക്കണം കേട്ടോ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ പറയാം. ഇവിടെ എല്ലാ ഹോസ്പിറ്റലിലും BSc വേണം നിർബന്ധമില്ല. പക്ഷെ ചില ഹോസ്പിറ്റലിൽ അവർ ഇപ്പം ഫ്യൂച്ചറിൽ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ന്യൂയോർക്കിൽ 2019 ജോലിക്ക് കയറുമ്പം അവിടെ ആ ഹോസ്പിറ്റലിൽ 100% BSc ആക്കാൻ അവർ അതിൻ്റെ ഒരു പ്ലാനിലായിരുന്നു. അതിനൊരു ആക്ഷൻ അവർ എടുക്കുന്നുണ്ടായിരുന്നു. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന GNM നഴ്സസിനോട് ഇത്ര കാലയളവിനുള്ളിൽ അവർ BSc ആവാൻ പറഞ്ഞു. എന്നിട്ട് അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫ്ലോറിഡയിൽ ഹോസ്പിറ്റലിൽ അവർക്ക് അങ്ങനെ GNM BSc ആക്കണം എന്നൊന്നുമില്ല. GNM BSc എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് സാലറി, അല്ലാതെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില ഹോസ്പിറ്റൽ ഇങ്ങനത്തെ ഇതുണ്ട്. അപ്പം GNM മാത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈവൻ തോ നിങ്ങൾ GNM പഠിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റ് BSc നാട്ടിൽ നിന്നാണെങ്കിലും എടുത്തിട്ട് പിന്നെ ഇവിടെ അത് സെയിം BSc ആയിട്ടുള്ള സെയിം ആണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താലും മതി. അതുകൊണ്ട് അതൊട്ട് പറയണ്ട. ഓക്കെ.